I also promise that I will try my best to bring people out from tobacco addiction daily. മദ്യം എന്ന മഹാദുരന്തം ഈ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ അറപ്പും വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കുന്ന മദ്യമെന്ന ഈ മഹാവിപത്തിനെതിരെ ഒറ്റക്കെട്ടായി നമുക്കൊന്നിക്കാം. ഇതാ മദ്യം എന്ന മഹാദുരന്തം വരുത്തിവെച്ച ഒരു കുടുംബത്തിന്റെ കണ്ണീരിൽ കുതിർന്ന കഥ. തടവറ പണിയുന്നവർ. ശബ്ദമിശ്രണം ഇവർ മിന്നി തൃശൂർ. രചനാ സംവിധാനം സുനിൽ പട്ടിമറ്റം. തടവറ പണിയുന്നവർ. എല്ലാം ശരിയാവും മോളെ. മോള് കരയാതെ. മഴ തുടങ്ങിയിട്ട് എത്ര നേരമായി. എവിടെ പോയി കിടക്കുകയാണോ? അരി മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് തേങ്ങാമിന്റെ കാശുമായി പോയതാ. ഇതുവരെ വന്നില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ മോള് വിഷമിക്കാതിരിക്കും. അച്ഛൻ ഉടനെ വരും. രാവിലെ പോയത് ഇതുവരെ എത്തിയില്ല. ദൈവമേ, എന്റെ ഒരു കാലക്കേട്. ഇനി വല്ല ഷോപ്പിൽ പോയി കിടക്കുകയാണോ? മഴയാണെങ്കിൽ നോക്കി വീട് മുഴുവനും ചോർന്നൊലിക്കുക. അതെങ്ങനെ? ഇതൊന്നും ഓലമേന് കെട്ടാൻ കഴിയണില്ല. കെട്ടിയത് മുഴുവൻ കുടിക്കാനല്ലേ ഉള്ളൂ. ഭയങ്കര കഷ്ടമല്ലേ ഉപദേശിക്കേണ്ട. എനിക്ക് മുട്ട് കൊടുക്കാൻ അറിയാം. എനിക്ക് വണ്ടിയെ നിറയ്ക്കുക. എനിക്ക് പോകണമെന്ന് തന്നെ പിടിക്കണ്ട. ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാ. ഞാൻ ഇറങ്ങിക്കോളാം. ഇവിടെ തൻ്റെ മോളാണോ നോക്കിക്കിടത്തില്ലേ? എന്ത് പാവം. ഓക്കെ തനിക്ക് തന്നെ പൈസ കിട്ടിയത്. ഞാൻ പോകണം. എന്നെ ഉപദേശിക്കണ്ട. എന്നെ ആരും ഉപദേശിക്കണ്ട. ചേട്ടൻ വണ്ടിയെന്ന് കരുതി എനിക്ക് പോകണമെന്ന്. പോടും. ദൈവമേ രക്ഷപ്പെട്ടു. അന്നക്കുട്ടി, എടി അന്നക്കുട്ടി, എന്റെ മോളെന്തിയടി? എന്റെ ചക്കര മോള്. അവൾ ഉറങ്ങിയോ? മനുഷ്യ അന്നക്കുട്ടിയെ വിളിച്ച് കയറി വന്നിരിക്കുന്നു ഈ പാതിരാ നേരത്ത്. ഇവിടെ ഇന്ന് ഒരു മണി അരി പോലും ഉണ്ടോ കഞ്ഞി വെക്കാനായിട്ട്? കിട്ടുന്നത് മുഴുവൻ കള്ളുഷാപ്പിന് കൊടുത്ത് കയറി വന്നിരിക്കുക. അന്നക്കുട്ടി,
കമ്പനിക്ക് കൂടിയതാ. സമയം പോവുകയാണ്. ഒരു കമ്പനി എത്ര നാളായി ഈ കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കർത്താവേ, ഇതിനൊരു മാറ്റവും ഇല്ലല്ലോ. നീ പിണങ്ങാതെ. ഒരു കമ്പനിക്ക് അല്ല എടി മോളം തേടി നമ്മുടെ മോളെ മൂലപ്പുറത്തുണ്ട്. കണ്ടില്ലേ, ഈ വീട് മുഴുവനും ചോറ് പൊലിച്ച് എത്ര നാളായി കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. നീ ഒന്നും മിണ്ടാതിരിക്കണേ. മൂല കെട്ടാൻ പോലും ഒരു കഴിവില്ലല്ലോ കർത്താവേ. മിണ്ടാതിരിക്കേ. നിന്റെ തൊണ്ട താകരുത് കേട്ടോ. ഞാൻ തുറക്കും. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ മിണ്ടാതിരിക്കാൻ. ഇല്ല, ഞാൻ വിട്ടു. നിന്നോടാ പറഞ്ഞേ മിണ്ടാതിരിക്കാൻ. എടി, എടി, നീ മിണ്ടാതിരിക്കാൻ കൊണ്ടുപോടി. എന്റെ പൊന്നെ, എന്റെ പൊന്നെ, എനിക്ക് ജീവിതത്തിൽ എടി, നിന്നെ ഞാനിത് കൊല്ലും. നീ ശബ്ദിക്കരുത്. ശബ്ദം കൊണ്ട് വരരുത്. ഞാൻ കൊല്ലുന്നു. എടി, വാങ്ങത്തേക്ക് വിട്. എടി, വാങ്ങത്തേക്ക് വിട്. നിന്നെ ഞാൻ എടാ, ഒരു കള്ളുകൂടിയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടതായി നീ കേട്ടില്ല. നിന്റെ ഈ മുടിഞ്ഞ കള്ളുകൂടി മൂലം നീ എന്തെങ്കിലും നേടിയോ? ഇപ്പോഴും വീട്ടിൽ പട്ടിണിയല്ലേടാ, ഒരു കൊലപാതകി എന്ന പേരും. അതുപോട്ടെ, നിന്റെ മോളെ ഇനി ആരും നോക്കടാ. നിന്റെ മദ്യപാനമല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്? എനിക്ക് എന്റെ മോളെ കാണണം സാർ. ഞാനില്ലടാ നിനക്കത് പറയാം. എന്റെ മദ്യപാനമാണ് കയ്യിൽ വന്ന പടവും പോയി. മൂത്തപ്പോ നീ കൂടുതലൊന്നും പറയണ്ട, അവരെ പിടിച്ച് സെല്ലിലിട്ടെ. എടോ, ആ ലോക്കപ്പിൽ കിടക്കുന്നവരോട് ചായ കൊടുത്തേക്ക്. ഹലോ ഹലോ എന്താ ചായ എന്നാ? ഹലോ ഹലോ സാറേ 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 എഴുന്നേറ്റ്. വിളിച്ചിട്ട് അനങ്ങില്ല സാറേ. ഒന്ന് പിടിച്ച് സാറേ എഴുന്നേൽപ്പിക്കണോ? സാറേ അങ്ങനെ കഴിഞ്ഞില്ല സാറേ. അയ്യോ, ഇത് ആശുപത്രി എത്തിക്കാൻ ഒന്ന് ആശുപത്രി മോശം. സാറേ പിടിച്ചു സാറേ. ഡോക്ടർ, എങ്ങനെയുണ്ടാ പ്രതിക്ക്? മദ്യപാനത്തിന് കരുതലാണല്ലേ? കുറവുണ്ട്. ആ, ദാ അയാളെ പതുക്കെ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയുണ്ടടാ? എന്റെയൊക്കെ മദ്യപാനം മൂലം തകർന്നു അല്ലേ? സാർ, താൻ എനിക്കറിഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ശരീരം മുഴുവൻ മദ്യം വിഴുങ്ങി കഴിഞ്ഞു. ഞാനൊരു കുടിയനല്ലായിരുന്നു സാർ. ഒരു കമ്പനി
മദ്യത്തിന്റെ ഓക്സീകരണം കരളിൽ വെച്ചാണ് നടക്കുന്നത്. കരൾ നശിക്കും, ക്രമേണ അത് രോഗമായി മാറും. മഹോദരമുതലായ രോഗമല്ല, ഇതിന്റെ തുടക്കമാണ്. മദ്യപാനം മഹാരോഗത്തിന് കാരണമാകുന്നു. ഒപ്പം സമൂഹത്തിൽ മദ്യം ഹൃദയത്തെ കാർന്നുതന്നുകയും കരളിനെ നിഷ്ക്രിയമാക്കുകയും ചെറുകുടലിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ മസ്തിഷ്കത്തെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ഇവരോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവരെ കാത്തിരിക്കുന്നത് തടവറയാണ്. സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നത്. ഞാനെല്ലാം മനസ്സിലാക്കും. എന്റെ കുടുംബം, എന്റെ മകൾ, ഈ നശിച്ച മദ്യപാനം. അവന്റെ ഒരു കരച്ചില്. ഇനി കരഞ്ഞിട്ട് എന്താണ് കാര്യം? പ്രിയരെ, നിങ്ങളിത് കണ്ടില്ലേ? മദ്യപാനം മൂലം തകർന്ന കുടുംബം. മദ്യം മദ്യപ്പിക്കുന്നതാണ്, ഉന്മാദത്തിലേക്ക് നയിക്കുന്നത്. സ്വഭാവ മാറ്റത്തിന് അത് കാരണമാകും. പിന്നീട് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയും കുടുംബ സാമൂഹ്യ ബന്ധത്തെ തകർക്കുകയും ചെയ്യും. കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്ന, സാമൂഹിക ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അനവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഈ മദ്യപാനശീലം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇനിയെങ്കിലും. വയസ്സിലേക്ക് ചിറകടിച്ചു പറക്കാൻ ശ്രമിക്കുന്നവർ, ജീവിത സാഹചര്യങ്ങളെ തീരെ മറന്നുപോകുന്നവർ, കടമകൾ നിറവേറ്റാൻ കഴിയാതെ നിരാശരാകുന്നു. ശ്രദ്ധിക്കൂ, ജീവിതം ഒന്നേ. നാടകം ആരംഭിക്കുന്നു. പുതുവസന്തം തേടി. ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ മാധവ, എടാ മാധവ, എടാ നീ ഒന്ന് വന്ന് കിടന്നുറങ്ങാൻ നോക്കണ കൊച്ചാ. രാത്രി കഴിഞ്ഞു, പാതിരാത്രിയായി. ഇവിടെ കരണ്ടുകാർക്ക് കൂടുതലാ. ഓ, അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? മാധവൻ ഒരു പഴഞ്ച പേരുണ്ട്. എന്നോടാണ് ആ പേരിന് ഇത്ര കുഴപ്പം? നിന്നെ ഞാൻ ഇത്രയും നാൾ അങ്ങനെയല്ലയോടാ വിളിച്ചോണ്ടിരുന്നത്. ഓ, നീ ഇപ്പം വലിയ കോളായി പഠിത്തക്കാരനായല്ലോ. അതിനുശേഷം നിനക്ക് കുറെ മാറ്റമൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്റെ അമ്മ ഈ മോഡേൺ സമൂഹത്തിൽ ജീവിക്കാത്തത് കൊണ്ടാ. അയ്യോ, എന്തോന്നാണ് ഈ പറഞ്ഞത്? മോഡോത്രണ്ട ഇങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. നീ ഉണ്ടല്ല, ഈ പരിഷ്കാരമൊക്കെ മാറ്റി വെക്കാൻ നോക്ക്. എന്റെ അമ്മ കിടന്നോളൂ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാം. നിനക്ക് ഈ കുന്ത്രാടം മേടിച്ച് തന്നേ പിന്നാണ് കേട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തോന്നാണ് ഈ വർക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹോ, ഈ അമ്മച്ചൂടി എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതെന്റെ പഠനത്തിന്റെ ഭാഗമാമേ. പഠനത്തിന്റെ ഭാഗമൊക്കെ അവിടെ കിടക്കട്ടെ. ഞാനേ കുടുംബശ്രീക്ക് നിനക്ക് ലോൺ എടുത്ത് മേടിച്ചു തന്ന സാധനമായത്. വർക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീത്തയാക്കാൻ നടക്കുവാനാടാ നീ. ഈ ലാപ്ടോപ്പ് മേടിച്ച് തന്നതിന് ശേഷം ഒരു സമയം അമ്മച്ചി എനിക്കൊരു സമാധാനം തരത്തില്ല. എന്നെ ബഹളം അമ്മയത്. ആ കുന്ത്രാണ്ടം ഓഫ് ചെയ്യണം. എടാ, ഓഫ് ചെയ്യാൻ അല്ലെ ഞാൻ കുത്തി പൊട്ടിക്കുവേ. കുറെ നേരെ ഇവൻ കിടത്തോണ്ട് ഈ കളി കളിക്കാൻ തുടങ്ങി. സമയം പാരാത്രി കഴിഞ്ഞല്ലോ. എന്റെ മനുഷ്യനെ ഇന്നാള് നിങ്ങൾ മേടിച്ചു കൊടുത്ത സാധനമല്ലേ, അതിലിട്ട് കുത്തി കളിക്കാൻ ചെറുക്കൻ. ഓ, അത് കിട്ടാൻ വേണ്ടി ഇവിടെ കിടന്ന് എന്തൊരു ബഹളമായിരുന്നു. എന്താടി അതിന് പേര്? എന്റെ അച്ഛ ലാപ്ടോപ്പ്. എന്തോന്ന് ടാപ്പായാലും വേണ്ടിയില്ല. അതിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരുന്നാലുണ്ടല്ല. ഞാൻ പറഞ്ഞേക്കാം. അല്ല, നീ എന്ത് കിട്ടേക്കുന്നത്? നിക്കറ പിള്ളേരെ നിൽക്കുന്നത് എവിടെ കിട്ടിയത്? അച്ഛ, ഇത് വെറുമുടിയാ അച്ഛ. വേറെയാ ഇത് കൊച്ചു പിള്ളേർ ഇടുന്നല്ലേ. ഈ കുടുംബത്തിൽ ഈ പരിഷ്കാരം കിട്ടില്ല. മര്യാദയ്ക്ക് പോയി കൈ കൊണ്ടെടുത്ത് കൊടുത്തു. ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം. അച്ഛ, ഞാൻ കോളേജിൽ പഠിക്കുന്നതാ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? എടാ, ഒരു പച്ചപ്പരിഷ്കാരി കണ്ടാച്ചാലും മതി. എടാ, ആവശ്യമില്ലാത്ത കോലം കെട്ടിയുള്ള നിന്റെ ഈ ജീവിതം ഉണ്ടല്ല, അത് ഞങ്ങൾ സമ്മതിച്ചേറിയല്ല. ഇനി ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഈ ടൗണിലൊന്നും ഇവരെ വിട്ട് പഠിപ്പിക്കണ്ടെന്ന്. അവിടെ പഠിക്കുന്നത് പണക്കാരുടെ മക്കളാ. നമുക്കത് പറ്റില്ല. അത് ശരിയാന്നേ. അവന്റെ ഒരു കോലം കണ്ടില്ലേ? ഇതെടാ, ഈ കുന്ത്രാണ്ട തലമുറ ഇതെന്താണ് ഇങ്ങനെ മുകളിലോട്ട് കുത്തി നിൽക്കുന്നത്? ഇത് എന്തോ താനായത്? എന്റെ ദൈവം, ഇവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അമ്മേ, ഇത് ഭാഷടാ. അയ്യോടാ, ഇതാണോടാ അതിന്റെ പാഷൻ? നീ ഇത് കൊണ്ട് വെട്ടിച്ചില്ലെങ്കിലുണ്ടല്ലോ, നീ ഉറങ്ങി കിടക്കുമ്പോ ഞാൻ എടുത്ത് പട്ടി ശ്രമിച്ചു. ഞാൻ എന്ത് ചെയ്യും? ഈ പരിഷ്കാരമില്ലാത്ത അപ്പന്റെ അമ്മയും കൂടെ തിരിച്ച് കോടതി. ആ തെങ്ങേറ്റക്കാരൻ സുഗുണന്റെ മോനാ. അച്ഛൻ തെങ്ങ് കയറിയിട്ട് വേണം അരി മേടിക്കാൻ. മോൻ അതറിഞ്ഞ് വന്നാൽ മതി.
അച്ഛൻ കാലഘട്ടത്തിനനുസരിച്ച് മാറണ്ടേ അച്ഛാ? അണ്ണാ അണ്ണാ നിങ്ങൾ അവിടെ എന്നാ ചെയ്യോ? ഇങ്ങോട്ട് വന്നേ. എന്നാ കാപ്പ് കുടിക്കും. ഇടി ചെക്കനൊന്ന് കോളേജിൽ പോയില്ലേ? അവർ പഠിത്തമില്ലേ? ആ അവൻ ഇന്ന് അവധിയാണെന്ന് പറയുന്നത് കേട്ടു. നീ അവനെ ഇനി വിളിച്ചോണ്ട് വാ, ഒരു കാര്യമായിട്ട്. ആ ആ ആ അവൻ അവിടെ എങ്ങാണ്ട് നിൽക്കുന്ന കണ്ടായിരുന്നു. അയ്യോ അയ്യോ മനുഷ്യനെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതെന്തോ ഞാൻ കാണുന്നത്. എന്താണ് എന്റെ ഭഗവാനെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ദേ നമ്മുടെ ചെക്കൻ ഇന്നാൻ പറ്റി. ദേ അവൻ ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്. ഒരാളോട് വർത്താനം പറയുന്നത് ആകാശത്തോട്ടിട്ട് കയ്യും കാര്യം എനിക്ക് തോന്നുന്നു അവൻ ഇന്ദിരാ വിളിക്കാണ് കണ്ടുകെട്ടാ. അവൻ അങ്ങോട്ട് തിരിച്ചതിൽ കയ്യും കാലത്ത് വട്ടം തിരിച്ച് ജന്തിച്ച് എന്നെ നോക്ക് നീങ്ങുന്നു. ആരില്ല അവിടെ. അവൻ ആരെങ്കിലും കാണുമായിരിക്കും. അയ്യോ ശരിയാണല്ലേ, ഇവിടെ ആരും ഇല്ലല്ല. എന്റെ ഭഗവാനെ അയ്യോ അച്ഛാ, അമ്മേ, നിങ്ങളൊന്ന് ബഹളം വെക്കാതിരി. ഞാൻ ഫോൺ വിളിച്ചതല്ലേ. ഇങ്ങനെയാണോ ഫോൺ വിളിക്കുന്നത്? അതല്ലല്ലേ ഇവരെയാണ് വഴക്കം പറ്റുക. എന്തുകൊണ്ടാണ് ഫോണ്? എന്റെ അച്ഛൻ ഞാൻ ഫോൺ വിളിച്ചതാ. ഇത് കണ്ടോ, ഇതാണ് ബ്ലൂടൂത്ത്. എന്ത് തോറ്റ്? എന്തുകൊണ്ട് ബ്ലൂടൂത്ത്? അതെന്ത് യന്ത്രമാണ്? ആ എന്തോന്ന് മുദ്രാണ്. അമ്മേ, ഇതാണ് പരിഷ്കൃത സമൂഹം. ന്യൂ ജനറേഷൻ പണിയല്ലേ. കേട്ടാ വളം പറയുന്നത്. കേട്ടു അവസാനം ഉള്ള റേഷനും കൂടെ മുട്ടിക്കാതിരുന്ന മതിയായിരുന്നു. അവന്റെ ഒരു കുമ്പ്രാന്തം. അയ്യോടാ ഇതെന്തോന്നാ, നിങ്ങൾ ഉറങ്ങുന്നില്ലേ? നേരം പാതിരാത്രി കഴിഞ്ഞു കേട്ടാ. എങ്ങനെ ഉറക്കം പരിപാടി? നാളെ ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ഓ അതിനിപ്പോ എന്തായാലും വഴിയുണ്ടാക്കണം. ആ അവൻ പഠിച്ച് ഒരു ജോലി കിട്ടിയിട്ട് വേണം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറാൻ. അതൊക്കെ ശരി തന്നെയാണ്. നല്ല കോളേജാ, നല്ല കാശ് കൊടുക്കണം. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജല്ല, അതുകൊണ്ടാണ് ഇത്രയും ഫീസ്. എടി അയൽക്കൂട്ടത്തിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചതുകൊണ്ട് കിട്ടുന്നത് മുഴുവൻ കടം വീട്ടാനേ ഉള്ളൂ. ദേ പിന്നെ ഒരു കാര്യം, അവന്റെ കൂട്ടുകാരൊക്കെ ബൈക്കിലാണ് കോളേജിൽ വരുന്നതെന്ന്. അതുകൊണ്ട് അവനൊരാഗ്രഹം. എടി എനിക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നിനക്കതൊക്കെ പറയാം. എനിക്കിപ്പോ പണ്ടത്തെ പോലെ തെന്നിക്കാനാൻ പറ്റുന്നില്ല. തലയ്ക്കൊരു കറക്കം പോലെ. ഓ എല്ലാം ശരിയാകുമെന്നേ. അവൻ പഠിച്ചിറങ്ങിയാൽ പിന്നെ ഒരു നല്ലൊരു ജോലി കിട്ടത്തില്ലേ? അപ്പൊ നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറുന്നേ. ആ അതാ എന്റെ പ്രതീക്ഷ.
നീ ആ വണ്ടി എടുത്തോണ്ട് പോയിട്ടേ അപ്പൻ്റെ 2-3 ഷർട്ടൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോവാ. അമ്മേ, ബൈക്ക് CC-ക്കാർ കൊണ്ടുപോയി. ഫീസ് അടിച്ചില്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ നോക്കില്ലെന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നീ കുറേ നാളെ മുൻപരുടെ വേഷം കളിച്ച് നടന്നില്ലേ? ഇനി അതൊന്നും പറ്റത്തില്ല. കഞ്ഞി കുടിക്കണമെങ്കിലേ അച്ഛൻ്റെ തെങ്ങ് കയറും തളപ്പാട് കിടപ്പുണ്ട്. എൻ്റെ മോൻ അതെടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കുക. എങ്കിലേ നമുക്കിനി റേഷൻ മേടിക്കാനും അച്ഛൻ്റെ ചികിത്സയൊക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ മോനൊരു കാര്യം മനസ്സിലായോ? കൊക്കിലൊതുക്കുന്നതേ കൊത്താം. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഇനി എന്ത് ജോലി ചെയ്തു എന്റെ അച്ഛനെ അമ്മയെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. അതോടൊപ്പം എന്റെ ലക്ഷ്യം ഞാൻ സാധിക്കുകയും ചെയ്യും. We would like to extend our heartfelt thanks to the team ICPF of Kollam for this wonderful performance. Especially the drama was super, and me and my friends enjoyed very much. And the puppet show, it was also very beautiful to watch. And thank you, sir, for the wonderful PowerPoint presentation. We all loved so much, and we enjoyed it the most. Thank you. Okay, this was an amazing performance. Did you all like it? So we are very glad for your arrival here. And our school often conduct such programs, and it also was a variety program. The puppet show was very good, and it was a good lesson for us. And we thank you. Thank you, sir.